ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും ഇസ്ലാമിക മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. മാത്രമല്ല, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഉത്തരം കണ്ടെത്താനാവാത്ത കുറേ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഞാൻ വിചാരിക്കുന്നു അത്തരം പല ചോദ്യങ്ങളും ഉയർന്നു വരാം എന്ന്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് ഞാൻ വിശേഷിപ്പിച്ചതിൻ്റെ ഉദാഹരണം വേണമെങ്കിൽ വൃത്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, പകുതിയാണ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ സകല ഗ്രന്ഥങ്ങളും 4 മദ്ഹബിൻ്റെയും ചിന്താധാരയിൽ എഴുതപ്പെട്ട മുഴുവൻ ഫിഖ് കിതാബുകളിലും തുറന്നു നോക്കിയാൽ അതിൻ്റെ ചട്ടയും 1-ാമത്തെ പേജും കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായം കിതാബു തഹാറത്താണ്, വൃത്തിയുടെ അധ്യായമാണ്. വൃത്തിയെ സംബന്ധിച്ച് ഇത്രമേൽ പറയുന്ന ഒരു മതവും ദർശനവും തത്വശാസ്ത്രവും രാഷ്ട്രമീമാംസയും ലോകത്തെ മുഴുവൻ ദർശനങ്ങളും വിലയിരുത്തിയാലും നിങ്ങൾക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ വൃത്തി പാലിക്കുന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം, ഈ അധ്യാപനങ്ങളും സമുദായവും എവിടെ നിൽക്കുന്നു? ഇത്രയധികം വൃത്തിയെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം ഇത്രമേൽ വൃത്തി കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ആയത് എന്തുകൊണ്ട്? ഇതാണ് ഒരു ഉദാഹരണം. രണ്ടാമത്തത്, മുസ്ലിം സമൂഹത്തിൻ്റെ മഹല്ല് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 5 നേരത്തെ നമസ്കാരം പള്ളികളിൽ നമ്മളുടെ ആരുടെയും സൗകര്യം നോക്കിയല്ല, സൂര്യൻ്റെ സഞ്ചാരവുമായിട്ടാണ് ഈ നമസ്കാര സമയക്രമത്തിന് ബന്ധം. നോമ്പ് പോലെയല്ല, ചന്ദ്രനെയല്ല, സൂര്യനെയാണ് അവലംബിക്കുന്നത്. സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ പല ഘട്ടങ്ങളിലാണ് ഓരോ പ്രാർത്ഥനയും അള്ളാഹു നമുക്ക്, ഓരോ നമസ്കാരവും അള്ളാഹു നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അതനുസരിച്ച് നമ്മുടെ പള്ളികളായ സകല പള്ളികളിലും ബാങ്കും തുടർന്ന് ഇക്കാമത്തും കൊടുക്കുന്നു. പങ്കെടുക്കുന്നവർ അതിൽ സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ ഇങ്ങനെ ഒരു സംഭവം തന്നെ അള്ളാഹു വെച്ചിട്ടില്ല എന്ന മട്ടിൽ നടക്കുന്നു, അത് വേറെ കാര്യം. ഇത്രയും വ്യവസ്ഥാപിതമായി അടുക്കും ചിട്ടയും ഇത്രയേറെ പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം, പ്രായോഗികമായി പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. പക്ഷേ ആ സമുദായത്തിന് അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലെ കാര്യക്ഷമത, സമയം പാലിക്കുന്നതിലുള്ള അലംഭാവം, വ്യവസ്ഥാപിതത്വവും അടുക്കും ചിട്ടയും ശീലിക്കുക എന്ന കാര്യം വല്ല ഗൾഫ് രാജ്യങ്ങളിലും വല്ല സാഹിബിൻ്റെയും കമ്പനി മുദീറോ ഡയറക്ടറോ ഒക്കെ ആയ കമ്പനികളിൽ ജോലി ചെയ്തവർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഞാനിത് പറയാൻ തുടങ്ങുമ്പോഴേക്ക് അവർക്ക് ഇതൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഒരു അറബിയാണെങ്കിൽ, അറബികൾക്ക് കുറേ ഗുണങ്ങളുണ്ട്, അത് വേറെ കാര്യമാണ്, മൊത്തം ഒന്നിനും കൊള്ളാത്തവരാന്ന് പറയല്ല. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഒരു നിശ്ചയവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇസ്ലാം ഈ ഗുണങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടേണ്ടത് എങ്ങനെ ചിന്തിച്ചാലും മുസ്ലിം സമുദായത്തിലാണ്. അടുക്കും ചിട്ടയും സമയനിഷ്ഠയും ഇത്രമേൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു സംഘം അടുക്കും ചിട്ടയും സമയനിഷ്ഠയും ഇല്ലാത്തവരായത് എന്തുകൊണ്ട്? രണ്ടാമത്തെ ഉദാഹരണം, വായിക്കുക എന്ന വഹയുമായിട്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം തന്നെ. പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1-ാമത്തെ വഹയിൽ തന്നെ വായനയെപ്പറ്റി 2 പ്രാവശ്യവും പേനയെപ്പറ്റി 1 പ്രാവശ്യവും പരാമർശിച്ച ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. 1-ാമത്തെ വഹയിൽ തന്നെ വായനയെപ്പറ്റി 2 പ്രാവശ്യവും പേനയെപ്പറ്റി 1 പ്രാവശ്യവും പരാമർശിച്ച ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. വാളിനെ പറ്റിയോ യുദ്ധത്തെ സംബന്ധിച്ചോ 1-ാമത്തെ വഹയിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെന്നിരിക്കെ പേനയും വായനയും മൗലിക സ്വഭാവമാകേണ്ട ഒരു സമുദായം
ഏറ്റവും വലിയ നിരക്ഷര സമുദായമായി തീർന്നത് എന്തുകൊണ്ടാണ്? നിരക്ഷരർ ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം സമുദായത്തിലാണ് നമ്മുടെ രാജ്യത്തിനകത്ത് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട്, എന്താണ് ഇത് തമ്മിൽ എങ്ങനെ യോജിപ്പിക്കും നിങ്ങൾ? മനുഷ്യന്റെ ജീവന്റെ വിലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥവും ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരാൾ അന്യായമായി വേറൊരാളെ കൊന്നാൽ, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആയത്ത് നമുക്കൊക്കെ അറിയാം. ഒരാൾ അന്യായമായി വേറൊരാളെ കൊന്നാൽ അയാൾ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഇത് കൊല്ലുന്ന കാര്യത്തിൽ മാത്രമല്ല, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ അയാൾ ദുനിയാവിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നൊക്കെ പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആളുകൾ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് മനുഷ്യന്റെ ജീവൻ കൊണ്ട് പന്താടുന്നവരായത് എന്തുകൊണ്ടാണ്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ പലതുമുണ്ട്. ഞാൻ ചില സാമ്പിളുകൾ നിങ്ങളെ കേൾപ്പിച്ചതാണ്. ഞാൻ വിചാരിക്കുന്നു ഈ സമുദായത്തെ സംബന്ധിച്ച് ശാന്തമായിരുന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം പല ചോദ്യങ്ങളും നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മളുടെ പ്രമാണങ്ങൾക്കൊരു കുഴപ്പമില്ല ഈ പറയപ്പെട്ടതിലൊക്കെ. ഒരു ടൗണിൽ ഒരു ലാബോറട്ടറി നടത്തുന്ന ഒരു സുഹൃത്ത്, നമ്മളൊരു മുസ്ലിം സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. എന്താണ് ഇയാൾ പറയണതെന്ന് മനസ്സിലാകാത്തവരുണ്ടാവും എന്ന് കരുതിയിട്ട്. ഓരോരുത്തരും ഇപ്പം നമ്മളൊക്കെ കുളിച്ചു കുപ്പായിട്ട് സ്പ്രേ പൂശി, ഈ സ്പ്രേ പൂശുന്ന സുഗന്ധം ഉപയോഗിക്കുന്ന സംസ്കാരം മറ്റു സമുദായങ്ങളിൽ വളരെ കുറവാണ്. വല്ല മുല്ലപ്പൂവും സ്ത്രീകൾ വെച്ചിട്ട് അതിന് വല്ല മണവും ഉണ്ടെങ്കിലായി എന്നേ ഉള്ളൂ. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ എന്താ സാധനം നന്നാവുമല്ലോ. ഏതായിരുന്നാലും ഇരിക്കട്ടെ, അതൊന്നല്ല വിഷയം. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ രാവിലെ വെള്ളം പോലും കഴിക്കുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഈ അകത്തേക്ക് പോകുന്നത് പരിശോധിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പുറത്തേക്ക് വരുന്നത് പരിശോധിക്കാൻ വളരെ കുറഞ്ഞ സംവിധാനങ്ങളെ വേണ്ടി വരുമായിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണത്. ഇത് അകത്തേക്ക് ചെല്ലുന്നത് പരിശോധിക്കാനും അതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കാനും ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് പുറത്തേക്ക് പോകുന്നത് പരിശോധിക്കാൻ നിരവധി സംവിധാനങ്ങൾ വേണം എന്നല്ല, അതിന്റെ പിന്നാലെയാണ് ഈ നാളുകളുടെ ഓട്ടം. അപ്പൊ ഇയാൾ പറയാണ്, ഈ ലാബിലേക്ക് നമ്മുടെ സമുദായത്തിലുള്ളവരും അല്ലാത്തവരും വരും. അല്ലാത്തവർ രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി അലക്കി തേച്ച വസ്ത്രമിട്ട് അവരുടെ അടുത്തിരുന്ന് രക്തമെടുക്കുന്നതിനോ അവരുടെ പ്രഷർ നോക്കുമ്പോഴോ നമുക്കൊരു വിമ്മിട്ടവും അനുഭവപ്പെടാത്ത രീതിയിൽ വൃത്തിയിൽ അവർ വരും. എന്റെ സമുദായത്തിന് അവരുടെ പ്രയാസം ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ 5 നേരവും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ എന്ന് പറഞ്ഞാൽ ഒരു സുന്നത്തല്ലേ ഇപ്പൊ മിസ്വാക്ക് ചെയ്യൽ, അത് ഞാൻ നിർബന്ധമാക്കിയേനെ എന്ന് പറഞ്ഞ റസൂലുള്ളയുടെ ആളുകളും വരും. മുസ്ലിം സമുദായത്തിലെ ആളുകൾ വന്നിരുന്നിട്ട് അടുത്ത് ചെന്നിരിക്കാൻ വിയർപ്പ് മണത്തിട്ട് പറ്റില്ല. അവരുടെ രക്തമെടുക്കാൻ, അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വായ്നാറ്റം അനുഭവപ്പെടുന്നത് കൊണ്ട് നമുക്ക് അസ്ക്യതയില്ലാതെ അവരുടെ അടുത്തിരിക്കാൻ കഴിയില്ല. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയണത്. ഇങ്ങനെ ചില വശങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. സമയനിഷ്ഠയുടെ കാര്യത്തിലും വ്യവസ്ഥയും ചിട്ടയും ഉണ്ടാകുന്ന കാര്യത്തിലും നമ്മൾ വളരെ ഇപ്പൊ പൊളിഞ്ഞ ബിസിനസ്സുകളുടെ കഥ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം എന്ന ആയത്താണ്. സൂറത്തുൽ ബഖറയിൽ ഒരു പേജാണ് ഒരൊറ്റ ആയത്ത്. ഈ പൊളിഞ്ഞ ബിസിനസ്സിൽ കാശ് പോയ ഈ സമുദായത്തിലെ അംഗങ്ങളെപ്പോലെ മറ്റു സമുദായത്തിലെ അംഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ മുഴുവൻ തട്ടിപ്പുകൾക്കും വിധേയരായി തീരുന്നവരിൽ വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹത്തിലെ ഇടത്തരക്കാരും സാമ്പത്തിക ശേഷിയും ഒക്കെയുള്ളവർ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ചില മറുവശങ്ങൾ ഉണ്ടാവും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇത് പറയലല്ല എൻ്റെ ഉദ്ദേശം. ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളുടെ ഒരു ചിത്രം എന്താണ് എന്ന് ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ആ ചിത്രം എനിക്ക് തോന്നുന്നു നമ്മളോട് സഹവസിച്ചും സഹകരിച്ചും ജീവിക്കുന്നവർക്ക് ഈ സമുദായത്തെ സംബന്ധിച്ച് ഇതൊരു ഖൈർ ഉമ്മത്താണ് എന്ന് അഭിപ്രായമുണ്ടാകാനിടയുള്ള ഒരു ചിത്രമല്ല. നമ്മളുമായി സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക്, നമ്മളുമായി അടുത്തിടപഴകുന്നവർക്ക്, നമ്മളോട് കൊള്ളക്കൊടുക്കകൾ നടത്തുന്നവർക്ക് നമ്മുടെ തഖ്വ മാറ്റുരക്കപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളിൽ
നമ്മളൊരു മുത്തക്കയാണ് എന്ന്, ഒരു ദൈവഭക്തനാണ്, ഒരു സൂക്ഷ്മതയുള്ളവനാണ് ജീവിതത്തിൽ എന്ന് നമ്മളോട് സഹകരിക്കുന്ന ഏതൊക്കെയോ മതസ്ഥരായ ആളുകൾക്ക് ബോധ്യപ്പെടാവുന്ന ജീവിതമല്ല നമ്മുടെ ജീവിതം. പള്ളിയിൽ മുഴുവൻ സമയവും കഴിഞ്ഞുകൂടുന്ന ഒരു മതപണ്ഡിതൻ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മതയുള്ളവനാണ് എന്ന് പറയുന്നതിനൊരർത്ഥമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തഖ്വ മാറ്റിരക്കണമെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾക്കുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടണം. തഖ്വ പ്രസക്തമാകുന്നത് അവിടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഏർപ്പെടുന്ന രംഗത്ത് നമ്മൾ കാലിടറി പോകുന്നുണ്ടോ? നമുക്ക് പൈസ കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ കാലിടറുന്നു. നമുക്ക് വേറെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടേണ്ടി വരുമ്പോൾ ആ കാര്യത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണോ അതിന് നേർവിപരീതമായ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രായോഗിക രംഗത്ത് നമ്മളുടെ ഈ സിദ്ധാന്തങ്ങൾ പ്രായോഗിക രംഗത്ത് അതിനർത്ഥം നൽകുന്നതിൽ നമ്മൾ വിജയിച്ചിട്ടില്ല എന്നാണ്. ഈ ഒരു സ്ഥിതിവിശേഷം പൊതുവെ നിലനിൽക്കുന്നതോടൊപ്പമാണ് ഇന്ന് ലോകതലത്തിൽ നേരത്തെ ഞാൻ പരാമർശിച്ചതുപോലെ അത്യന്തം അപകടകരമായ പല സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രകടമായ ഈ അടുത്ത് നടന്ന 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ ഒരു വിശദീകരണവും പറയേണ്ട കാര്യമില്ല. സൂചന നൽകുമ്പോഴേക്ക് അതിൻ്റെ മുഴുവൻ ഭീകരമായ ചിത്രവും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിയും. ഒന്നാമത്തത് പാകിസ്ഥാനിലെ പെഷവാറിൽ ഒരു സൈനിക സ്കൂളിൽ താലിബാൻ ഭീകരർ എന്ന് പറയപ്പെടുന്നവർ നടത്തിയിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി നടത്തിയതിൻ്റെ കഥയാണ്. ഏതെങ്കിലും തത്വശാസ്ത്രം വെച്ച് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? ഇത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ചെലവിൽ വരവ് വെക്കപ്പെടുന്നത് പോയിട്ട് ഒരു 2 കാലിൽ നടക്കുന്ന വിവേകവും വിശേഷബുദ്ധിയുമുള്ള ഒരു മനുഷ്യരുടെ ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ ചെലവിൽ ഇത് വരവ് വെക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് ചേർന്ന പണിയാണോ അത്? നിഷ്കളങ്കരായ പിഞ്ചു പൈതങ്ങൾ അവരുടെ പിതാക്കൾ എന്ത് തന്നെ ചെയ്താലും ശരി, അവരെന്ത് പിഴച്ചു എന്ന് ചിന്തിക്കാൻ കഴിയാത്ത മതാന്ധത മനുഷ്യനെ ബാധിക്കുമോ? എന്നിട്ട് ആ മതാന്ധതക്ക് ഇസ്ലാമിൻ്റെ തന്നെ ഒരു പരിവേഷം ചാർത്തുമ്പോൾ ഒരു സൃഷ്ടിക്കപ്പെടുന്ന അന്തരീക്ഷം എന്താണ്? ഈ ഒരു കറ ഈ സമുദായത്തിൻ്റെ മേൽവിലാസത്തിൽ നിന്ന് മായ്ച്ചു കളയണമെങ്കിൽ ഇനി എത്ര 1000 കൊല്ലങ്ങൾ വേണ്ടി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? രണ്ടാമത്തത് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് ഏതോ ഒരു കോമാളി ഒരു കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ ആ പത്രസ്ഥാപനത്തിലെ അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ വകവരുത്തിയത് പ്രവാചകനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് എന്ന് ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ആ വിവരം പത്രങ്ങളിലൂടെയും മറ്റും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സംബന്ധിച്ച് ഈ 2 സംഭവങ്ങൾ നമ്മുടെ നാട്ടിലൊരു ചെറിയ സംഭവമാണ്. മുമ്പ് ഇതേമാതിരി ഒരു കാർട്ടൂൺ വരച്ച ഒരു പ്രൊഫസറുടെ കൈവെട്ടിയ സംഭവം. ഈ ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ഈമാനികമായ ഒരു നിർവൃത്തി, എല്ലാം ഇസ്ലാമിൻ്റെ ആളുകളാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഈ ദൃശ്യമാധ്യമങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്റർനെറ്റ് മേഖലകളിൽ എന്താണ് അദ്ദൗല അൽ ഇസ്ലാമിയ്യ ഫിൽ ഇറാഖി വശാം എന്ന് പറഞ്ഞാൽ IS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇറാഖിലും ഷാമിലും ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുന്ന ഏതോ ഒരു തന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ മനുഷ്യരെ കശാപ്പ് ചെയ്യുന്നതിന്റെ ചില ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നെറ്റുകളിൽ കാണാൻ പറ്റും. മനുഷ്യരിങ്ങനെ 100 കണക്കിന് ആളുകൾ അങ്ങനെ നിരത്തി നിർത്തിയിട്ട് വെടിവെച്ച് അങ്ങനെ ഇടുകയാണ് ആളുകളെ. കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണോ അല്ലാഹു ആലം. അത്രത്തോളം കൃത്രിമമായി ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഒന്നും ഒറിജിനൽ ആവുകയില്ല എന്ന് വിശ്വസിക്കുന്നതായിരിക്കും ശരി. മറ്റേ അദ്വൈതക്കാർ പറഞ്ഞ മാതിരി എല്ലാം മായയാണ് എന്ന് കരുതേണ്ടി വരും. പച്ച മനുഷ്യനെ തക്ബീർ ചൊല്ലി ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ അറുക്കുന്നു ഒരാൾ, ഉളിയത്തൊക്കെ അറുക്കുന്നത് പോലെ മനുഷ്യനെ. അയാൾ എന്ത് ചെയ്താലും ശരി ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് അധികാരം നൽകിയത് ആരാണ്? അപ്പൊ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇതിൽ ചിലത് ഇസ്ലാമിന്റെ ചെലവിലും ഇസ്ലാമിന്റെ പേരിലുമാണ്. പലതും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തന്നെ അവഹേളിക്കാൻ വേണ്ടി ശത്രുക്കൾ നടത്തുന്ന ഗൂഢാലോചന തിരിച്ചറിയാതെ ഈ പാവങ്ങൾ അവരുടെ കയ്യിലെ ചട്ടുകങ്ങളാവുകയാണ്. നമ്മളെ രാജ്യത്തിനകത്ത് ഗർ വാപ്പസി എന്ന് പറയുന്ന ഒരു വിവാദം ഈ അടുത്ത് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? ഒരു BPL കാർഡ് കൊടുത്തിട്ട് ഒരു നെറ്റിയിൽ ഒരു പൊട്ടും തൊട്ട് കൊടുത്താൽ ഞങ്ങളിപ്പോൾ നേരത്തെ ഇസ്ലാം മതത്തിലായിരുന്നുവെന്നും ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നും പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത
ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നത് ഇനിയും അറിയേണ്ടിയിരിക്കുന്ന ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങളുടെ പേരിലും മറ്റു പല മതസ്ഥരുടെ പേരിലും ഈ രാജ്യത്ത് കഴിയുന്നുണ്ട്. ഇങ്ങനത്തെ വെട്ടും പൊട്ടും തിരിയാത്ത ഈ ഒരു വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത ഈ പാവങ്ങളെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. എന്നിട്ട് അത് അതായത് ഇസ്ലാമികമായ വിശ്വാസാചാരങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി അങ്കലാപ്പ് സൃഷ്ടിച്ച് അവരുടെ ആദർശത്തിൽ നിന്ന് അകറ്റുവാനുള്ള ശ്രമം. ഇജറയുടെ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, പ്രവാചകനെ അങ്ങനെ പരീക്ഷിക്കാൻ പ്രതിയോഗികൾ ശ്രമിച്ചു. സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾക്ക് കാണാം, ഇൻകാദു ലിയഫ്തുനൂനക അനില്ലദി ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറ വഇദൽ ലതഖദുക ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വഹയിറക്കി കൊടുത്ത ആയത്തുകളോട് സമാനതയുള്ളതും എന്നാൽ ആശയപരമായി കുറച്ചുകൂടി മൃദുലത സ്വീകരിക്കുന്നതുമായ സൂക്തങ്ങൾ, അറബി വാചകങ്ങൾ പടച്ച് അങ്ങാടികളിൽ പ്രചരിപ്പിച്ച് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ പ്രതിയോഗികൾ അന്ന് ശ്രമിച്ചത്രേ. അവരെ മാതൃഭാഷയാണല്ലോ അറബി. അവർ സാഹിത്യത്തിൽ വളരെ വിദഗ്ധരുമായിരുന്നു ജാഹിലിയ കാലത്ത് അറബികൾ. അങ്ങനെ അവരുടെ സാഹിത്യത്തിലുള്ള വൈദഗ്ധ്യം വെച്ചുകൊണ്ട് ഖുർആനിക ആശയങ്ങളോട് സമാനതയുള്ള വചനങ്ങൾ അവരുണ്ടാക്കി എന്നാണ് പറയുന്നത് മുഫസ്സിറുകൾ. എന്നിട്ട് അങ്ങാടികളിൽ സൂക്ക് ഉക്കാള് പോലെ ആളുകൾ കൂടുന്നിടത്ത് ഇത് പ്രചരിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാന്റെ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് തോന്നി, ഈ കുഫറിനോടും ശിർക്കിനോടും ജാഹിലിയത്തിനോടും ഒക്കെ വളരെ അകലം സൂക്ഷിക്കുന്ന ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ സ്വീകരിച്ചുകൂടെ അല്ലാഹുവിന്റെ റസൂലിന്? എന്നാൽ കുറച്ചുകൂടിയൊക്കെ സമൂഹത്തിൽ നമുക്ക് സ്വീകാര്യത കിട്ടൂല്ലേ? ആ സ്വീകാര്യത വെച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഈ ആളുകളോട് പറയാമല്ലോ. അങ്ങനെയൊക്കെ തോന്നി. ഒരു നിലവിളക്ക് കൊളുത്തിയാൽ എന്താ കുഴപ്പം? അപ്പോ അതൊരു വിളക്കിന്റെ പ്രശ്നമല്ല, അതിനപ്പുറമുള്ള ഒരു വിശ്വാസത്തിന്റെ വശം അതിന് വരുന്നുണ്ട്. ഇത് പകലാണല്ലോ കത്തിക്കുന്നത്, വെളിച്ചമില്ലാത്തപ്പോഴാണെങ്കിൽ നമ്മളും കത്തിക്കും. അപ്പോൾ എന്നിട്ടൊരാൾ പറയാണ് അതിനെന്താണ് പ്രശ്നം? അങ്ങനെയൊക്കെയല്ലേ ഇവരുടെ ഒരു സ്വീകാര്യത നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. അപ്പൊ സമൂഹത്തിന്റെ സ്വീകാര്യത, മതിപ്പ്, വിശ്വാസം നമ്മൾ ആർജിക്കണം. എന്തുകൊണ്ട്? നമുക്കിവിടെ ജീവിച്ചു പോകണം എന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഒരു പ്രബോധക സംഘമാണ് എന്നതുകൊണ്ട്. ഈ ജനതയുമായിട്ട് നമ്മൾ അകലുന്നതല്ല, ഈ ജനതയുമായിട്ട് അടുക്കുന്നതാണ് ശരി. പക്ഷെ ആ അടുക്കലിന് വേണ്ടി നമുക്ക് എത്രത്തോളം പോകാം, എത്രത്തോളം പോയിക്കൂടാ, അത് വളരെ ആലോചിച്ച് നമ്മളുടെ അക്കീദയും സംസ്കാരവും വെച്ചുകൊണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആ അക്കീദയും ആദർശവും സംസ്കാരവും നോക്കാതെ ഈ ഒരവസ്ഥയിൽ കുറച്ചൊക്കെ ഒരു അഴകുഴമ്പനായ സമീപനം സ്വീകരിച്ചാൽ പ്രയോജനമാകുമായിരുന്നു എന്ന് ഒരു വേള റസൂലുള്ളാഹിക്ക് വരെ തോന്നി എന്നാണ് ഖുർആൻ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല. ഞാൻ താങ്കൾക്ക് സ്ഥൈര്യം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, താങ്കളെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, താങ്കൾ പോലും ആ പക്ഷത്തേക്ക് ഒരല്പം ചാഞ്ഞേനെ. ഇപ്പൊ ഞാൻ പറയുന്നത് വിശ്വാസികളുടെ വിശ്വാസം, നമ്മളുടെ ശാരീരികമായ അസ്തിത്വത്തെ ഉന്മൂലനം ചെയ്ത് നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് ഫാസിസ്റ്റുകൾ ഇന്ന് മനസ്സിലാക്കുന്നില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നത്, എന്തെങ്കിലും ഒരു ചെറിയ ഒരു കാരണമുണ്ടാക്കും. 1980കളിലും 90കളുടെ ആദ്യത്തിലുമൊക്കെ അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കും. ആ പ്രശ്നത്തിന്റെ പേരിൽ സ്വാഭാവികമായും നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടാകും. നമ്മുടെ തിരിച്ചടി വളരെ നാമമാത്രമായിരിക്കും. ആ തിരിച്ചടി വിവേകമുണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ അവിവേകികളായ ജനത തിരിച്ചടിക്കും. എന്നിട്ട് തുല്യതയില്ലാത്ത ഒരു കലാപം അതിന്റെ പേരിൽ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ചരിത്രം, ഒരു വർഗീയ കലാപങ്ങളുടെ ഒരു ഭൂപടം തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. താനെയും പൂനെയും മൊറാദാബാദും മുർഷിദാബാദും ഓൾഡ് ഡൽഹിയും ജംഷഡ്പൂരും ബഗൽപൂരും അഹമ്മദാബാദും ഒക്കെ കൂടി ചേർന്ന അങ്ങനെ ഒരു വർഗീയ കലാപങ്ങളുടെ ഒരു ഭൂപടം തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഉന്മൂലന കലാപങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ പരിപാടി എല്ലായിടത്തും എല്ലാവരുടെ കയ്യിലും വീഡിയോ വ്യാപകമാവുകയും ഏകപക്ഷീയമായ മനുഷ്യരുടെ കൂട്ടക്കൊലയും അതുപോലെ കൊള്ളിവെപ്പും കൊലപാതകങ്ങളുമൊക്കെ ആ ലോകമറിയുമെന്നും വന്നപ്പോൾ ആ ബിസിനസ് ലാഭകരമല്ല എന്ന് കരുതി പ്രതിയോഗികൾ ആ പരിപാടി നിർത്തി. പകരം നമ്മളെ പ്രകോപിപ്പിച്ച് ഒന്നുകിൽ നമ്മളുടെ സാംസ്കാരിക അസ്തിത്വത്തിൽ നിന്ന് നമ്മളെ തകർക്കാൻ, ഗർഭാപ്പസിയ ഇനത്തിൽപ്പെട്ടതാണ്.
പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ നമ്മളുടെ ആശയാദർശങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിക്കുവാനുള്ള ഗൂഢാലോചനകളിലാണ് ഒന്നുകിൽ അവർ. അതല്ല എങ്കിൽ നമ്മളെ തന്നെ പ്രകോപനമുണ്ടാക്കിയിട്ട് നമ്മൾ ഈ രാജ്യത്തിന് തന്നെ ഒരു ദ്രോഹമാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിച്ച പലരും പറഞ്ഞ ഒരു കാര്യം, ഒരു വിലയിരുത്തൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഗുജറാത്ത് കലാപത്തിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ പത്രങ്ങളിൽ തുരുതുര മുസ്ലിം ക്രിമിനലുകളെ കുറിച്ച് വാർത്ത വന്നുകൊണ്ടിരുന്നു. മുസ്ലിം ക്രിമിനലുകളെ കുറിച്ച്, മുസ്ലിം ചെറുപ്പക്കാരൻ ഇന്നടത്ത് ഇന്ന ഉപദ്രവം ചെയ്തു, മുസ്ലിം ഒരു വയോധികനായ ആള് ഒരു 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു. ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ സ്വാഭാവികമായും കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണകൾ സൃഷ്ടിക്കുന്ന കലാസാഹിത്യ പ്രവർത്തനങ്ങളുള്ള ഒരു രാജ്യത്ത് കുറ്റകൃത്യം മതജാതി വിഭാഗീയതകൾക്കപ്പുറം സാർവത്രികമാണ്. പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് കുറ്റകൃത്യങ്ങൾ, ഇനിയും പെരുകുകയേ ഉള്ളൂ. കാരണം മനുഷ്യരുടെ നന്മ വളർത്തുവാനുള്ള സംവിധാനങ്ങൾ വളരെ കുറയുകയും മനുഷ്യരിലെ പൈശാചികതകളെ കയറൂരിവിടാനുള്ള സംവിധാനങ്ങൾ കലയുടെയും സാഹിത്യത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞിട്ട് ഊതി വീർപ്പിക്കുകയും ചെയ്യുമ്പോൾ തിന്മയാണ് വളരുക, സ്വാഭാവികമാണത്. പക്ഷെ ഇതിനൊക്കെ ജാതിയും മതവും തിരിച്ച് വരവ് വെക്കുക. എന്നിട്ട് മുസ്ലിം സമുദായത്തിൻ്റെതാണെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ബോധപൂർവം ഒരു സ്റ്റേറ്റിലെ, ഒരു രാജ്യത്തിലെ ദേശീയ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ മീഡിയകൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്ന് തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ അങ്ങനെ ഒരു ചിത്രമുണ്ടാകും. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇത്ര വൃത്തികെട്ടൊരു സമുദായമാണ്. ആ ഒരു മാനസികാവസ്ഥ സർവത്ര സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷമാണ് ഗുജറാത്ത് കലാപമുണ്ടായത്. ഗുജറാത്ത് കലാപത്തിന് ശേഷം തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ വ്യക്തിക്ക് അവിടെ 2/3 ഭൂരിപക്ഷമാണ് കിട്ടിയത്. കാരണം എന്താ? ഇത്രയും നികൃഷ്ടമായ ഒരു വർഗത്തെ ഉന്മൂലനം. ഇപ്പൊ പേപ്പട്ടി ശല്യം നിങ്ങളുടെ രാജ്യത്തുണ്ട്. നിങ്ങളുടെ ഒരു വാർഡിൽ പേപ്പട്ടി ശല്യമുണ്ടെങ്കിൽ ആ പേപ്പട്ടി ശല്യത്തിൽ നിന്ന് നിങ്ങളുടെ വാർഡിനെ രക്ഷിച്ചാൽ അതിന് നേതൃത്വം കൊടുത്ത ആൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇത്രയും നികൃഷ്ടമായ ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തികളെ അമർച്ച ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത ആളെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിന് ഗുജറാത്ത് ജനതയ്ക്ക് 2 വട്ടം ചിന്തിക്കേണ്ടി വന്നില്ല. നമ്മൾ കണ്ടതാണ്, ഇത് സങ്കല്പം പറയല്ല. ഇറാഖിൽ ഇതാണ് സംഭവിച്ചത്. ഇറാഖിലെ ഭരണാധികാരി അവിടുത്തെ ജനതയോട് ക്രൂരത കാണിക്കുന്നു, കുർദുകളോട്. അങ്ങേയറ്റത്തെ വിധ്വംസക ശക്തികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ലോകം മൊത്തം തന്നെ ഒരു ബട്ടനമർത്തിയാൽ നശിപ്പിക്കാവുന്ന രാസായുധങ്ങളുടെ ശേഖരമുണ്ട്. BBC-യും CNN-ഉം വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും ലോസ് ആഞ്ചലസ് ടൈംസും ഉൾപ്പെടെ എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മീഡിയകളും നിരന്തരം ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതിലാവേശം കൊണ്ട് പലരും ആ ഇറാഖ് ഭരണാധികാരികളുടെ പേര് പ്രദേശങ്ങൾക്കും ക്ലബ്ബുകൾക്കും കുട്ടികൾക്കും വരെ ഇട്ടു. അയാളെ ബഹുമാനിച്ചവർ അതിലൂറ്റം കൊണ്ടു, അല്ലാത്തവർ എന്ത് കരുതി? ഇയാൾ ഒരു ലോക ഭീകരനാണ്. ആ ലോക ഭീകരന്റെയും ലോക ഭീകരരുടെ താവളവുമായിട്ട് ഇറാഖിന് ഒരു ഇമേജ് സൃഷ്ടിച്ച ശേഷമാണ് സാമ്രാജ്യത്വ ശക്തികൾ ഇറാഖിനെ വിഴുങ്ങാൻ വന്നത്. ആരും എതിർത്തില്ല. കാരണം ഇത്രയും വലിയ ഒരു വിധ്വംസക ശക്തി ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ബോധ്യപ്പെട്ടു. എല്ലാവരും കാഴ്ചക്കാരായിരുന്നു, വേട്ട ഏകപക്ഷീയമായിട്ട് നടന്നു. ഇപ്പോഴും എന്താണ് ആ രാജ്യത്തിന്റെ അവസ്ഥ? അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ഗുജറാത്തിൽ പരീക്ഷിച്ച തന്ത്രം, ലോകത്ത് പൊതുവെ പറഞ്ഞാൽ ഇറാഖിൽ പരീക്ഷിച്ച തന്ത്രം, ഈ 2 രാജ്യങ്ങളിലെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകതലത്തിൽ തന്നെ പരീക്ഷിക്കുവാൻ രംഗമൊരുക്കുകയാണ് ഇന്ന് എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയണം. അതിന്റെ രംഗമൊരുക്കലിന്റെ ഭാഗമാണ് പലരെയും പല പേരിലും ഇറക്കിവിടുന്നത്. അങ്ങനെ ഇറക്കിവിടുന്നവർ വിവരമില്ലാത്തവരാണ്. എപ്പോഴാ ഒരാൾ തീവ്രവാദിയാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വിവരമില്ല, എന്നാൽ ആത്മാർത്ഥതയുണ്ട്. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ശരിയായ വിവരമില്ലാതാവുകയും എന്നാൽ ഇഖ്ലാസ് ഉണ്ടാവുകയും ചെയ്താൽ അവിവേകം പ്രവർത്തിക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ശരിയായ വിവരമില്ലാതാവുകയും എന്നാൽ ആത്മാർത്ഥത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ആത്മാർത്ഥത തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാം. അങ്ങനെ ആത്മാർത്ഥത തെറ്റാകുമ്പോഴാണ് റസൂലുള്ളയുടെ ഒരു ചിത്രം, റസൂലുള്ളയെ അവഹേളിക്കുന്നത് പോലെ ഒരു ചിത്രം വരച്ചവനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം എത്തുന്നത്. അയാൾക്ക് റസൂലുള്ളയോട് സ്നേഹം ഉണ്ടാവും, പക്ഷേ ആ സ്നേഹം കൊണ്ട് റസൂലുള്ളക്കോ ഇസ്ലാമിനോ ഗുണമുണ്ടായില്ലെന്നോ മാത്രമല്ല, അള്ളാഹുവിനെയും റസൂലിനെയും ഈ ചിത്രകാരനേക്കാൾ അവഹേളിച്ചത് ഈ പ്രതികരിച്ചവനാണ് എന്ന അവസ്ഥ വരികയാണ്. അതിനുശേഷം ലോകത്ത് എത്രായിരം കാർട്ടൂണാണ് വിറ്റുപോയത്.
ഇസ്ലാമിനെ പ്രവാചകനെയും അവഹേളിച്ചുകൊണ്ട് മുമ്പ് രണ്ട് നോവലിസ്റ്റുകൾ 2 തരം ഹീന ക്ഷുദ്ര കൃതികൾ എഴുതിയത് നിങ്ങൾക്കറിയാം. ഈ 2 കൃതികളും സമുദായം ഒരു വിവാദമാക്കിയപ്പോൾ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞു. അനിൽ ജാഹിലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിദ്യാഭ്യാസവും മുസ്ലിങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗനൻ, അള്ളാഹുവിന്റെ പരമകാരുണ്യകന്റെ ദാസന്മാർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ, വിഡ്ഢികളെ കണ്ടാൽ അവർ സലാം പറഞ്ഞൊഴിയും. അപ്പൊ വിഡ്ഢികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? അനിൽ ജാഹിലീൻ, ജാഹിലുകളുടെ കാര്യത്തിൽ നീ തിരിഞ്ഞു നടക്കണം, അവരോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഇമ്മാതിരി വികാരങ്ങൾ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരോട് എങ്ങനെ പ്രതികരിക്കണം? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزع فاستعذ بالله. സൂറത്ത് ഫുസ്സിലത്ത് നിങ്ങൾ ഓതി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് എവിടെയാണ് പഴിച്ചത്? ഒന്നാമത്തെ അതാണ്, വമൻ അഹ്സൻ ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്ന ബോധം, ഞാൻ മുസ്ലിമാണെന്ന ആ ഒരു സാമുദായികവും വർഗീയവും ഭ്രാന്തവുമായ ബോധമല്ല അല്ലാഹു പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് ഞാൻ പറയണത്? ഞാൻ മുസ്ലിമാണെന്ന ബോധം, ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം, ആ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ ഉള്ള ഇയാളുടെ പരിശ്രമം, ഇത് മൂന്നും ചേർത്താണ് അല്ലാഹു പറഞ്ഞത്. വമൻ അഹ്സൻ ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അപ്പൊ ഞാൻ മുസ്ലിമാണ്, നമ്മൾ ആ ഒരു ബോധം ഏത് നേരം നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ദുആ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി, എന്നെ ഭക്ഷിപ്പിക്കുകയും തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്ത നാഥന സ്തുതി. അത്ര പറഞ്ഞാൽ പോരെ? ഇപ്പോ അതല്ലേ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. പക്ഷെ അത്ര പോരാ. വജഅലനി മിനൽ മുസ്ലിമീൻ, എന്നെ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത അല്ലാഹുവിന്റെ സ്തുതി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ഹിദായത്ത് കിട്ടി എന്നത് ഏറ്റവും വലിയ നിഅമത്താണ്. ഈ അല്ലാഹ് ഈ നിഅമത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ഹിദായത്തിലാകുമായിരുന്നില്ല. ഈ ഒരു ബോധം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന ബോധം, അതനുസരിച്ചുള്ള ജീവിതം, അതാണ് വഅമില സ്വാലിഹൻ. അപ്പൊ ഞാൻ മുസ്ലിമാണെന്ന ബോധം, അതനുസരിച്ചുള്ള ജീവിതം, അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന ഇയാളുടെ താല്പര്യം, അതിനുവേണ്ടിയുള്ള ശ്രമം. ഈ 3 കാര്യങ്ങളിൽ ഒരു മുസ്ലിം ഏർപ്പെട്ടാൽ ഇവനേക്കാളും നല്ല വാക്കുച്ചരിച്ചവനാരാണ്? ഈ 3 കാര്യങ്ങളിലും മുസ്ലിങ്ങൾ ഈ ക്രമത്തിൽ ഏർപ്പെട്ടിട്ടില്ല. മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ ഇസ്ലാമാവുക എന്താണ് എന്ന് ഇവൻ അറിയില്ല. തിന്മയും നന്മയും തമ്മിലുള്ള വ്യത്യാസം ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഇയാളുടെ ഒരു, അതായത് വിട്ടുവീഴ്ച, അതിക്രമവും വിട്ടുവീഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. വിനയവും അഹങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ പ്രതികാരവും മാപ്പ് കൊടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തന്മയും തിന്മയും സമമാവുകയില്ല. അഹങ്കാരം എന്ന് പറയുന്നത് നന്മയാണ്, തിന്മയാണ്. വിനയം എന്നത് ഒരു നല്ല ഗുണമാണ്. പ്രതികാരവാഞ്ച എന്നതൊരു തിന്മയാണ്. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒരു സദ്ഗുണമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, ഇത് രണ്ടും ഒരുപോലെയല്ല. നന്മയും തിന്മയും സമമല്ല. അതുകൊണ്ട് ഇദ്ഫഅ ബില്ലതി അഹ്സൻ, ഏറ്റവും നല്ല നന്മ കൊണ്ട് ആളുകളോട് പ്രതികരിക്കണം. ലാ തകൂനു ഇമ്മാഅതൻ ഇൻ അഹ്സന അന്നാസു അഹ്സന അന്നാസു അഹ്സന വഇൻ അസാഉ അസഅന. നിങ്ങൾ റാൻമൂളികളാകരുത്, കൂടികളാകരുത്. റസൂലുള്ളാഹി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലാ തകൂനു ഇമ്മാഅതൻ, നിങ്ങൾ റാൻമൂളികളാകരുത്. എങ്ങനെ റാൻമൂളി? ഇൻ അഹ്സന അന്നാസു അഹ്സന, ആളുകൾ ഇങ്ങോട്ട് നന്നായി പെരുമാറിയാൽ ഞങ്ങൾ നന്നായി പെരുമാറും. അവർ ഇങ്ങോട്ട് ഉപദ്രവിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഉപദ്രവിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പകരം വലാകിൻ വത്തിനു അൻഫുസകും, നിങ്ങൾക്കൊരു നിലപാട് വേണം. നിങ്ങളുടെ സാംസ്കാരിക അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നിലപാടുണ്ടാക്കണം. എന്താണ് ആ നിലപാട്? അവർ നിങ്ങളോട് നന്മ ചെയ്താൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം. അവര് നിങ്ങളെ ഉപദ്രവിച്ചാലോ നിങ്ങൾ തിരിച്ചുപദ്രവിക്കാതിരിക്കണം.
ക്ഷമയാണ്, സഹനമാണ് അവിടുത്തെ ഏറ്റവും ഉയർന്ന നിലപാട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും പറയുന്നത്, വമാ യുലഖാഹ ഇല്ലല്ലദീന സ്വബറു. എന്ത് ദ്രോഹത്തെ, അപ്പൊ വ്യക്തിപരമായ ദ്രോഹങ്ങൾ റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടില്ലേ? അബൂ സുഫിയാനെ നിങ്ങൾക്കറിയാമല്ലോ, പിൻകാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാൻ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക ജീവിതത്തിൽ എന്തുമാത്രം വിഘാതവും വിലങ്ങുതടിയും തലവേദനയും തെറ്റിച്ച വ്യക്തിയാണ് എന്ന് ചരിത്രത്തെക്കുറിച്ച് പ്രാഥമിക ബോധമുള്ള ആർക്കും അറിയാം. ഉഹദിൽ എന്തായിരുന്നു ബദറിൽ എന്തായിരുന്നു അബൂ സുഫിയാന്റെ റോൾ? ഉഹദിൽ എന്തായിരുന്നു അബൂ സുഫിയാന്റെ റോൾ? തബൂക്കിൽ എന്തായിരുന്നു അബൂ സുഫിയാന്റെ റോൾ? അങ്ങനെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മാത്രമല്ല, പൊതുവെ തന്നെ മക്കയിൽ എന്തായിരുന്നു അബൂ സുഫിയാൻ ഇസ്ലാമിക സൈന്യത്തിനെതിരെ മറുപക്ഷത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. മക്കം ഫതഹിന്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ സുരക്ഷിതനായി, അവനവന്റെ വീടുകളിൽ ഇരുന്ന് അഭയം തേടിയവൻ സുരക്ഷിതനായി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവനും സുരക്ഷിതനായി. അതാണ് പ്രതികാരം എന്ന് പറയുന്നത്. പ്രതികാരം ചെയ്യാൻ കരുത്തുള്ളപ്പോഴാണ് പ്രതികാരത്തിന് പ്രസക്തി. എന്ന് പറഞ്ഞാൽ മക്ക വിജയിച്ചടക്കിയിട്ട് റസൂലുള്ളാഹിക്ക് ഈ പിടിക്കപ്പെട്ടവരുടെ പേരിൽ എന്തും നടത്താം എന്ന കരുത്തുള്ളപ്പോൾ വിട്ടുപുറത്തു റസൂലുള്ളാഹ്. നിങ്ങൾ പോയിക്കൊള്ളുക, യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങളോട് പറയാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക, ഒരു പ്രതികാരവുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, പോയിക്കൊള്ളുക. അപ്പൊ കരുത്തുള്ള സന്ദർഭത്തിൽ വിട്ടുവീഴ്ച, അവിടെയാണ് വിട്ടുവീഴ്ച. നിസ്സഹായതയിലുള്ള വിട്ടുവീഴ്ച അല്ല വിട്ടുവീഴ്ച എന്ന് പറയുന്നത്. അഫ്വ് എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത് പുറത്തു കൊടുക്കാൻ മാത്രമല്ല, പ്രതികാരം ചെയ്യാൻ കൂടി കരുത്തുള്ളപ്പോഴാണ്. നിസ്സഹായനായ ഒരാൾക്ക് പൊറുക്കാനും സഹിക്കാനും മാത്രമേ കഴിയൂ. റസൂലുള്ളാഹിയുടെ നിസ്സഹായതയിലെ അവിടുത്തെ ക്ഷമയെക്കാളും അവിടുത്തെ വിട്ടുവീഴ്ചയെക്കാളും ശ്രദ്ധേയമായ പ്രവർത്തനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് റസൂലുള്ളാഹി വിജയശ്രീലാളിതനായ സന്ദർഭത്തിലാണ് എന്ന് മുസ്ലിം സമുദായം പഠിക്കണം. എന്നിട്ട് ആ പ്രവാചകനെ ആരോ ഒന്ന് ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ ആശയപരമായി അതിനെ നേരിട്ടിരുന്നെങ്കിൽ അത് പ്രബോധനപരമായ വലിയ ഒരു അവസരമായേനെ. ഒരു ശരീഅത്ത് വിവാദമുണ്ടല്ലോ ഈ കേരള മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ. പഴയ ആളുകൾക്കൊക്കെ അതറിയാം. ഇസ്ലാമിക ശരീഅത്ത് ഒരു വിമർശനത്തിന് വിധേയമായി വിവാഹരംഗത്തെ അനാചാരങ്ങളുടെ പേരിൽ ശരീഅത്തിന് നേരെ അതിക്രമം നടന്ന ഒരു വലിയ സംഭവം ഈ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്, മുസ്ലിം കേരളത്തിന്റെ ചരിത്രത്തിൽ. അത്ര പഴയ ചരിത്രമൊന്നുമല്ല അത്. മുസ്ലിങ്ങൾക്ക് അവിടെ പ്രസ്താവന നടത്തിയ ആളെ കൊട്ടേഷൻ സംഘത്തെ വിട്ട് വെട്ടിനിരപ്പാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാമായിരുന്നു. എങ്കിലുണ്ടാകുന്ന ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ത് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്. നേരെ മറിച്ച് ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ബുദ്ധിപരവും വൈജ്ഞാനികവുമായിട്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഐക്യനിര തന്നെ മുസ്ലിം കേരളത്തിന്റെ ഇടയിലുണ്ടാവുകയും വൈജ്ഞാനികമായ സിമ്പോസിയങ്ങളും സംവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ പ്രതിയോഗികൾക്ക് പത്തിമടക്കേണ്ടി വന്നു. ആ കച്ചവടത്തിൽ അവർക്ക് 5 പൈസയുടെ ലാഭമുണ്ടായില്ല. എല്ലാ മെച്ചവും എല്ലാ നേട്ടവും മുസ്ലിം സമൂഹത്തിന് മാത്രമായി എന്നതാണ് വിവേകപൂർണമായ ആ സമീപനത്തിന്റെ ഫലം. അതുകൊണ്ട് വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, നന്മയും തിന്മയും സമമല്ല. പ്രതിയോഗികൾ നമ്മൾ പ്രകോപിതരാകട്ടെ എന്നത് അവരുടെ ഒരു അജണ്ടയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ പ്രകോപിതരാക്കി നമ്മളെ കൊണ്ട് അവിവേകം ചെയ്യിപ്പിച്ച് നമ്മൾ ക്രിമിനലുകളുടെ ഒരു ആഗോള സംഘമാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഒരു 3ാം ലോക യുദ്ധത്തിലൂടെ ലോകത്ത് നിന്ന് തന്നെ ഈ സമുദായത്തെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടി അരങ്ങൊരുക്കുന്നവർക്ക് ചട്ടുകമാകാൻ അവിവേകപൂർണമായ മുസ്ലിങ്ങളുടെ പ്രവർത്തനം കാരണം ഇടവരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഗുജറാത്തിൽ ഫയറ്റി തെളിയിച്ചു എന്ന് പറഞ്ഞ സംഭവം, ഇറാഖിൽ പരിശോധിച്ച് വിജയിച്ചു എന്ന് പറഞ്ഞ അതേ രീതി ലോകതലത്തിൽ മുസ്ലിങ്ങളെ മൊത്തം പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമമാണ്. ആ അജണ്ടയിലെ കണക്ക് പുസ്തകത്തിൽ വലിയ സംഭാവനയാണ് ഈ ഫ്രഞ്ച് വാരികയുടെ ഓഫീസ് ആക്രമിച്ചവരും പെഷവാറിലെ സൈനിക സ്കൂളിൽ ചെന്ന് പിഞ്ചു പൈതങ്ങളെ തുരുതുരാ വെടിവെച്ചു കൊന്നവരും സംഭാവന ചെയ്തത് മുസ്ലിം ഉന്മൂലനത്തിന്റെ കണക്ക് പുസ്തകത്തിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അവിവേകം കൊണ്ടൊരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. വിവേകമാണ് ഏറ്റവും വലിയ ആയുധം. സന്ദർഭത്തിന്റെ താല്പര്യം മനസ്സിലാക്കലാണ് ഏറ്റവും പ്രധാനം. വിവേകപൂർണമായി സന്ദർഭത്തിനെ തുണർന്ന് പ്രവർത്തിക്കുവാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് അസാധ്യമാകുന്ന വിധം മുസ്ലിം സമൂഹം പ്രതിസന്ധിയെ അഭിമുഖീകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അള്ളാന്റെ കൂട്ടരാണ് അള്ള സഹായിക്കൂല. അള്ള പറഞ്ഞതുപോലെ ജീവിച്ചാലേ അള്ള സഹായിക്കൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, ഈ വിഷയങ്ങളിലൊക്കെയും പ്രമാണങ്ങൾ ഒരു വഴിക്കും സമുദായത്തിന്റെ ശീലങ്ങൾ വേറെ ഒരു വഴിക്കുമാണെങ്കിൽ ഇങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നവരെ സഹായിക്കാൻ അള്ളാഹുവിന് വല്ല ബാധ്യതയുമുണ്ടോ? അതുകൊണ്ടും ഞാൻ മുസ്ലിമാണെന്ന ബോധം, അതനുസരിച്ചുള്ള പ്രവർത്തനം, വിവേകത്തിന്റെ പിൻബലത്തോടെ മറ്റുള്ളവരെ അതിലേക്ക് അടുപ്പിക്കുവാനും മറ്റുള്ളവരെ അത് അറിയിക്കുവാനുമുള്ള പരിശ്രമം, ഇതിൽ തികഞ്ഞ ഔചിത്യത്തോടെയും അവധാനതയോടെയും അവസാനത്തെ മുസ്ലിമും ഉണർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. ലോകത്തെയും രാജ്യത്തെയും സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ ഈ പറഞ്ഞതൊക്കെയും ആർക്കും ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവേകം, നമ്മുടെ സമുദായത്തിന് വിവേകവും ഔചിത്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.